അങ്ങനെ അധികം അങ്ങനെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് വിത്ത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം? ഇതൊരു ചട്ടിയിലെയും ഒരു ക്രൈറ്റിലെയും മഞ്ഞളാണ് ഇത്രയുള്ളത്. അപ്പം ഇനി ബാക്കിയെല്ലാം കൂടി എടുക്കുമ്പോൾ എന്തോരം ഉണ്ടാവും അല്ലേ? പക്ഷെ ഇത്തവണത്തെ ബ്രക്കോളി ഇത്തിരി ചെറുതായിപ്പോയി എന്നുള്ളതാണ് ലോട്ടസ് പറയണത്. കാരണം പരിചരിക്കാൻ പറ്റിയില്ല അത്രേ. നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് തോപ്പുംപടിക്കടുത്ത് ലോട്ടസ് നെപ്പോളിയൻ്റെ വീട്ടിലാണ്. ലോട്ടസ് നെപ്പോളിയൻ്റെ വീട്ടിൽ കുറേ അധികം കൃഷികളുണ്ട്. നമസ്കാരമുണ്ട്. അതായത് നമ്മുടെ കൊച്ചി കൃഷി കോർപ്പറേഷൻ്റെ ഏരിയയിൽ 76 ഡിവിഷനിൽ നിന്ന് ഏറ്റവും നല്ല കൃഷിക്കാരിയായിട്ട് താങ്കളെ തിരഞ്ഞെടുത്ത് അത് ആദരിക്കുകയുണ്ടായി. നമ്മൾ എങ്ങനെയാണ് ഈ കൃഷി ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നത്? അതൊന്നും പരിപാലിച്ച് കൊണ്ടുവരണമെന്ന് എല്ലാവർക്കും കൂടി അറിയാൻ രീതിയിലൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആദ്യം മണ്ണ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈക്കോഡർമയും ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിറച്ച് അല്ലെങ്കിൽ തടത്തിൽ ഇട്ടിട്ട് അതിനകത്ത് തൈ വാങ്ങിച്ച് നട്ട് പിന്നെ ആഴ്ചയിൽ എല്ലാം വളങ്ങൾ വേപ്പൻ പിണ്ണാക്കും, എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, ശർക്കരയും കൂടി ഇട്ട് വെള്ളത്തിൽ ഒരു 7 ദിവസം ഇളക്കി വെച്ച് അതിന് സ്ലറി എടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് തടത്തിലൊഴിച്ച് കൊടുക്കും. പിന്നെ ചാണാൻ സ്ലറി കിട്ടും, അതും തളിച്ചു കൊടുക്കും. പിന്നെ ഇത് നമ്മുടെ പിഷാമിന് സ്പ്രേ ചെയ്യും. സൂഡോമോണസ് ഇടക്കിടക്ക് അത് നടുമ്പോൾ തന്നെ സൂഡോമോണസ് ഇട്ടിട്ടാണ് ചെയ്യണത്. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സൂഡോമോണസ് ഇടുക. സൂഡോമോണസ് ആഴ്ച ഒരു ദിവസം സൂഡോമോണസ് ഒഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ തുടക്കത്തിലുള്ള കൃഷി രീതികൾ അല്ലേ? ഇപ്പം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇപ്പം നിലവിൽ? ഇപ്പം പച്ചക്കറികൾ ഇപ്പം ചതുരപ്പയറുണ്ട്, വയലറ്റ് ചതുരപ്പയറുണ്ട്, പർപ്പിൾ, പിന്നെ ബേബി പടവലമുണ്ട്. പിന്നെ ഇത് ചതുരപ്പയർ വയലറ്റ് അല്ലേ? അതൊരു പുതിയ വെറൈറ്റിയാണ്. ഇവിടെ അങ്ങനെ അധികം അങ്ങനെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് വിത്ത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു ആലുവയിൽ നിന്നൊരു സ്ത്രീ തന്നതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവർ കൊണ്ടുവന്ന് വീട്ടിൽ സാബിയുടെ അടുത്ത് കൊടുത്തിട്ട് അവർ തന്നതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ വിത്തെടുത്തിട്ട് നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഇട്ടതാണ്. ഈ പടവലങ്ങ ബേബി പടവലം അല്ലേ? ഇത് ബേബി പടവലം. ഇത് ഇത്രയും വലിപ്പം വെക്കുള്ളൂ. അത് ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കവർ ഇട്ടേക്കണ ഉദ്ദേശിക്കണത് കീടം കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് മുഴുവൻ കിട്ടുള്ളൂ. ചില സമയത്ത് കുറെ പോണുണ്ട്, കുത്തിപ്പോണുണ്ട്. അതുപോലെ തന്നെ പാവക്കൊക്കെ അത് ചെയ്യണം. അത് ചെയ്തിട്ട് മഞ്ഞൾ നട്ടിട്ട് പറിക്കാനുള്ളതാണ്. ഇതെല്ലാം എല്ലാം കിടക്കണേ. മഞ്ഞളിന്റെ ഇതൊന്ന് പറിക്കാനുള്ളതാണ്. മഞ്ഞൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കണേണ്. എല്ലാത്തിലും ഇല കളഞ്ഞ് പോയ ശേഷം നിർത്തിയേക്കണേണ്. ഇനിയിപ്പോൾ ഇത് വിത്തിനെടുക്കാനുള്ള പാകമായിട്ടുണ്ടല്ലേ ഏകദേശം? വിത്തിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തി വെച്ചത്. അപ്പം ഇനി വിത്തിനെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടിയിലെയും ഒരു ക്രൈറ്റിലെയും മഞ്ഞളാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. ഈ വിളവെടുപ്പ് നടത്തുന്ന അതാണ്. ഇത്രയും മഞ്ഞൾ ഒരു ചട്ടിയിൽ നിന്ന് ഒരു ക്രൈറ്റിൽ നിന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ള ചട്ടിയും കൂടി എടുക്കുമ്പോൾ എന്തോരം കിട്ടുമെന്നുള്ളതാണ്. അയാൾ നല്ലൊരു കൃഷിക്കാരിയാണ് ലോട്ടസ്. ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജ്, അത് ബ്രക്കോളി. പക്ഷെ അതൊക്കെ ഈ ശീതകാല കൃഷിയാണെന്ന് പറഞ്ഞേക്കുള്ളത്. അത് ഈ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ. ഇപ്പം ഈ പ്രാവശ്യം താമസിച്ചു പോയി ഇതിന് ഐസ് വെള്ളം കൊടുത്തില്ല സത്യത്തിൽ. പാവല് ചില മിക്കലും കാഴ്ച കൊത്തിയിട്ടുണ്ടല്ലേ? അത് ആ കവറിനെക്കാളും താഴത്തേക്ക് ഒന്നിലാണ് കൊത്ത് കിട്ടിയേക്കുന്നത്. കുത്തിയിട്ടിട്ടില്ല. അത് കൊത്ത് കിട്ടിയിട്ടില്ല. ചിലത് കുത്ത് കിട്ടിയിട്ടില്ല, പഴുത്ത് കിടക്കുന്നുണ്ട്. അത് മായ നന്നായിട്ട് വലുതാവും അല്ലേ? അത്രയും അത് വലുതാ. ഇപ്പൊ ഞാൻ 3-4 എടുത്തത്. അപ്പൊ ഇനിയിപ്പോ എടുക്കാറുണ്ടത്. ഇത് കുത്ത് കിട്ടിയതാണ്. അത് കുത്തിയതല്ല, ഇത് മൂത്തേക്കണതാണ്. ഇല്ല, ഇത് കാഴ്ച കുത്തി പഴുത്തേക്കണേ. കണ്ടില്ലേ?
കുത്തിയിട്ടുണ്ടാ അത് അത് അതിന്റെ പുറത്തിരുന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ വലിച്ചത് താഴ്ത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതിനെ. അതാണ് കായ്ച്ച കുത്തി. ഇനിയിപ്പോൾ അത് വിത്തിന് എടുക്കാം നമുക്ക്. നല്ല മൂപ്പെത്തിയിട്ടുണ്ടായി. വയലറ്റ് ക്യാബേജിന്റെ ഒക്കെ വിത്ത് എവിടെ നിന്ന് വാങ്ങിച്ചാണ്? തൈ വാങ്ങിച്ചതാണത്. എവിടെ നിന്നാണ് അത് വാങ്ങിച്ചത്? ഞാൻ പറവൂരിന്ന് വാങ്ങിച്ചതാണത്. ബ്രോക്കോളിയുടെ തയ്യോ അവിടെ ബ്രോക്കോളിയുടെ തൈ അവിടെ നിന്ന് മേടിച്ച്, പിന്നെ ബയോട്ടേന്ന് മേടിച്ച്. ബയോട്ടേന്ന് വാങ്ങിച്ചല്ലേ കലൂരുള്ള? കലൂരിലുള്ള ബയോട്ടേന്ന് മേടിക്കും. ഈ ബ്രോക്കോളി പൂവിടാൻ തുടങ്ങിയല്ലോ, അത് എടുക്കണ്ട? അത് പൂവിടാൻ പൂവിട്ടേ ഉള്ളു. ഇനിയിപ്പൊ അതിന് ഇത്തിരി തണുത്ത വെള്ളം കൊടുത്തെങ്കിൽ ഇത്തിരി മര്യാദക്ക് കൂടി വരും. അത് അല്ലേ? തണുത്ത വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവോ? ഐസ് വെള്ളം കൊണ്ടുവന്നേരം വീട്ടിൽ ഒഴിച്ചോട്ട് തലയിൽ കൂടി ഒഴിച്ചു കൊടുക്കും. ഇതെന്ത് ഇനത്തിലുള്ള മുളകാണത്? എനിക്ക് അത്ര പേരൊന്നും അറിഞ്ഞൂടാ. പേരറിയില്ല. എങ്കിലും നന്നായിട്ടുണ്ടാവുമല്ലേ? നന്നായിട്ടുണ്ടാവും. നന്നായിട്ടുണ്ടാവും. മുളകിന്റെ കുറെ കളക്ഷൻ ഉണ്ടല്ലേ, പല ഇത് ഇവിടെ നിക്കണത് ഇതാണ് ക്യാപ്സിക്കോണ്. ഇത് മേളിലേക്ക് ഇത് സെറ പോലത്തെ ഇത് മുളകാണ്. സെറയാണ്. പിന്നെ അത് കൊത്തവരയാണ്. അതൊക്കെ ഇപ്പൊ കൊത്തമര നട്ടിട്ട് ആയി വന്നേ ഉള്ളൂ അല്ലേ?